ഏവണ്ടാ ഈസ എന്തൊരു നീ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ ഇതിപ്പം എടുത്ത എന്തൊരു പറയേ എടുക്കായിരിക്കണ എന്നെ ഭേദം കട്ട് ചെയ്താ ഇല്ല അല്ലാതെ പോയി എവളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് മനസ്സിലാവും മറ്റേവളാണെങ്കിൽ തരത്തുമില്ല അതിന് എടുത്തു കഴിഞ്ഞാൽ എന്തു പറയും നീ പേരങ്ങ് മാറ്റിയാലേ കേസു കേസു എന്ത് நீ இங்க இருக்கியா? டேய் நான் மீன் குழம்பு வைக்க போறேன். உனக்கு மீன் பொரிச்சது வேணுமா? ചോദിക്കണോട്ടോ നീ വീട്ടിൽ മീൻ വറുത്താ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. എല്ലാരും കഴിക്കില്ലേ? എന്തിനേലും ഒന്നും ഉണ്ടാക്ക്. കനകാന്റിക്ക് പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യൂ. என்ன சகாயம்? ആ പാറുവിന്റെ അടുത്ത് നൈസിൽ ആ മോതിരം ഒന്ന് മേടിച്ചു തരാൻ പറ്റും? ஐயோ அப்பா சாமி விட்டுடு. அவ அதே பாத்துட்டு இருக்காடா, கொடுக்க மாட்டான். കൊടുക്കണ്ട അതെ തന്നെ പാത്തോണ്ടിരിക്കട്ടെ. അതെങ്ങനെ അവളല്ലേ ആള് സാധനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ തിരിച്ചു அது இல்லடா, அந்த மோதிரம் அவளுக்கு இப்ப உயிர் மாதிரி. ഉയരൊക്കെ ആയിരിക്കും. പക്ഷെ കനകാന്റി ചോദിച്ചാ അവൾ തരും. നൈസിലൊന്ന് ചോദിച്ചു നോക്ക്. എന്താ മകളൊന്നും കൊണ്ട് വന്നേടാ. കനകാന്റി എന്തോ ചോദിക്കാണ്ടെന്ന്. അവള് തരും കേട്ടാ. കനകാന്റി ചോദിച്ചാ മതി. നമ്മള് കൊച്ചല്ലേ. എന്താണ് ആന്റി? പാറു നീ ചെല്ലല്ല, അണ്ണാ കൊടുത്ത മോതിരത്തെ തിരുപ്പി കൊടുപ്പിയാ? ആന്റി ആന്റി ആണെങ്കിൽ ആന്റിയുടെ പണി പോയി നോക്ക്. ഞാൻ ആർക്കും ഇത് കൊടുക്കാൻ പോണില്ല. നല്ല കുഴന്ത താനെ കൊടുടാ. ഞാൻ കൊടുക്കൂല, അമ്മ പറഞ്ഞാ കൊടുക്കൂല. എന്താ റോക്കറ്റ് പോണ പോലെ പോണേ? കനയാന്റിയെ കൊണ്ട് മോതിരം ചോദിപ്പിക്കുകയാണല്ലേ? ഇത് ദൈവമാണെന്ന് ചോദിച്ചാല് ഞാൻ ഈ മോതിരം ആർക്കും കൊടുക്കൂല. അയ്യടാ അവ മോതിരത്തിന് വേണ്ടി കിടന്ന് മോങ്ങന്ന്. എന്താ യേശു, നീ അവളുടെ കാലേ വീണത് പോരെ? ഇനി മോതിരം കൂടെ തിരിച്ചുകൊണ്ട് കൊടുത്താലേ അവളുടെ കപ്പൽ നിന്റെ കരക്കെടുക്കുന്നുണ്ടോ? കാല് വീണ് കരയേ? ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ? അമ്മുമ്മയും കനകാന്റിയും കൂടെ അറിയാൻ ബാക്കിയുള്ളൂ. അവരും കൂടെ അറിഞ്ഞ അടിപൊളി ആയിരിക്കും. എന്നാലേ എന്റെ മക്കളൊരു കാര്യം ചെയ്യും, ഒരു പെറ്റോട്ടോ വിളിച്ചിട്ട് അതിനകത്തൊരു സ്പീക്കർ വെച്ചിട്ട് മൊത്തം പറഞ്ഞോണ്ട് നടക്കണേ. പറയോടാ, ഞാൻ പറയും, ചേച്ചി കേൾക്കണം. ഇവനെന്താണ്ട് കഥാപ്രസംഗം പറയാൻ വേണ്ടിയിട്ട് വലിയ ജാടേത കൊച്ചിനെ കൊണ്ട് ഷെഡിന്റെ അവിടെ പോയി. ഇവന്റെ നമ്പർ ഒന്നും അവിടെ ഏക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ദേ കിടക്കണ സാഷ്ടാംഗം പ്രണമിച്ചോണ്ട് അവളുടെ കാലില്. എനിക്ക് കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. അയ്യേ എന്തോന്ന് കേശു ഞാൻ ഈ കേക്കണേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. കുറച്ച് ധൈര്യം തന്നെ കൊണ്ടാന്ന് ചെറുക്കനായിരുന്നല്ലോ. മെർലിൻ ചേച്ചിയുടെ അടിമയായതിനു ശേഷം എല്ലാം തീർന്നു. ഇനി നിർത്തടി നിർത്ത്. നിങ്ങക്ക് ഞാൻ പറയണ മനസ്സിലാവില്ല. കാരണം എന്താ അറിയോ, ഞങ്ങൾ ആണുങ്ങളുടെ മനസ്സല്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിൽ അയ്യോ ഈ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടിക്കൊടുത്ത ഷാജഹാനെ മാത്രമല്ലേ നിങ്ങൾക്കറിയുള്ളൂ. ആയിരക്കണക്കിന് പുരുഷന്മാർ പ്രേമത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം അറിയോ? അവരുടെ കഥ അറിയോ? ചിരി 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 ചിരിക്കാല്ലോ നമ്മൾ പറയുമ്പോ. പിന്നെ ചിരിക്കല്ലാണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്റെ പൊന്നു കേശുവേ, സത്യം പറയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം നിന്റെ ഉള്ളിന്റെ നീ നൈസായിട്ട് അരീന ഫ്രാൻസിസിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇപ്പൊ നീ മെർലിനോട് കാണിക്കുന്ന സ്നേഹം അത് ശരിക്കുള്ള സ്നേഹമൊന്നുമല്ല. ഒരു പേടി നിറഞ്ഞൊരു സ്നേഹമാണ്. നീ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം നിനക്ക് എന്നെ അറിയത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊന്നും ഞങ്ങളെ മറച്ചു വെക്കാം എന്ന് നീ ചിന്തിക്കരുത്. കാരണം ഞങ്ങൾ കൈയോടെ പൊക്കും. നിന്റെ അടുത്തൊന്നും ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നടി. വലിയ അത്ഭുതമൊന്നുമില്ല നിന്റെ അടുത്തൊന്നും. പക്ഷെ എന്റെ ചേച്ചി, എല്ലാത്തിനും കൂടെ നിൽക്കണ എന്റെ ചേച്ചി ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചി കാലവരെ നിലത്തടിച്ചാണ്ടല്ലോ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന. എടാ സത്യം പറയടാ, നീ മനഃപൂർവ്വം എന്നെ ഇതിലൊക്കെ വലിച്ചിടണതല്ലേ? വലിച്ച് ഇടണതല്ലേന്ന്. ശരി നിർത്തി, ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്തി. ഇനി ഞാൻ ആരെയും ഒരു പ്രശ്നത്തിലും വലിച്ചിടാൻ വരൂല്ല. ആരെയും ഞാൻ മോതിരം തരത്തില്ല. മകളെ പാറുവേ, നിന്റെ മനസ്സിന് ഇച്ചിരിയെങ്കിലും അലിവ് തോന്നുവാണെങ്കിൽ ആ മോതിരം എടുത്ത് പാറമടലേക്ക് കളഞ്ഞേരെ. ചേച്ചി സ്വർണ്ണ. അയ്യോ വേണ്ട. പാറുവേ, നിന്റെ ഈ ചേട്ടൻ ഉണ്ടല്ലോ, നിന്റെ കൈ വളരുന്നു കാല് വളരുന്നു ഒന്ന് നോക്കി നോക്കി പൊത്തി പൊത്തി വളർത്തിയതാണ്. എന്നിട്ട് നീ ഇങ്ങനെ പറയല്ലേ? എന്തൊക്കെ സോപ്പിട്ടാലും
ഞാൻ ഈ മോതിരം തരത്തില്ല. കൊടുക്കരുത് മക്കളെ, കൊടുക്കരുത്. ഇരിച്ചുടിക്കണ്ട അപ്പോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.